2035 ആകുമ്പോഴേക്കും 4.3 മില്യൺ ഹെൽത്ത് പ്രൊഫഷണൽസിനെ ആവശ്യമുള്ളതായി സാർ ഒരിക്കൽ പറഞ്ഞു. അതിന്റെ സാധ്യതകളൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായിട്ടും 2035 ആകുമ്പോഴേക്കും 4.3 മില്യൺ മെഡിക്കൽ പ്രൊഫഷണൽസുകളെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ MBBS കഴിഞ്ഞവരെ അല്ലെങ്കിൽ MBBS പ്രൊഫഷണൽസിനെ ഇറക്കുന്ന രാജ്യത്തിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്. ഏകദേശം 780 മെഡിക്കൽ കോളേജുകളിൽ നിന്നായിട്ട് പ്രതിവർഷം 1.5 ലക്ഷം MBBS കഴിഞ്ഞവരെ നാം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലോബൽ ഹെൽത്ത് സെക്ടറിൽ വളരെ വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നു. ആ വികാസത്തിന് അനുസരിച്ചുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇന്നിപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു യൂത്ത് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബിക്കം ദി ഗ്ലോബൽ സപ്ലയർ ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽസ് ഇൻ ദ വേൾഡ്, അല്ലെ? സോ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് നേഴ്സുമാർ മുതൽ ഫിസിഷ്യൻ വരെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ഗ്ലോബലി ആവശ്യമുണ്ടെങ്കിൽ പോലും ക്ഷാമം അനുഭവപ്പെടുന്നു. അതായത് ഇവരുടെ ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ മേഖലയിലുള്ള ആളുകളുടെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അത് എന്താണ് ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഏകദേശം 2035 ആകുമ്പോൾ ഇത്രയും ആളുകളെ വേണമെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം, വ്യവസായിക രാജ്യങ്ങളിലെ ഡെവലപ്ഡ് കൺട്രീസിലെ പ്രായമാകുന്ന ജനസംഖ്യയാണ്. ഇവരെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവർക്ക് നല്ലൊരു മെഡിക്കൽ സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടി, അതായത് പ്രിവന്റീവ് ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അതേപോലെ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ആയിക്കോട്ടെ, വെൽനസ് പ്രൊമോഷൻ ആയിക്കോട്ടെ, ഈ മേഖലകളിലെല്ലാം ഒരുപാട് പ്രൊഫഷണലുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ പരമ്പരാഗത മെഡിക്കൽ പഠനത്തോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന മൾട്ടിപ്പിൾ സ്കില്ലുകൾ ഇവർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ആവശ്യമുണ്ട്. എന്നാൽ ഈ പുതിയ ഇപ്പൊ മെഡിക്കൽ മേഖലയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ പ്രൊഫൈലുകളും ഡൊമൈനുകളുമാണ് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രധാനപ്പെട്ട ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് കാണാൻ പോകുന്നത് ഹെൽത്ത് മേഖലയിലെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് സ്പെഷ്യലിസ്റ്റുകൾ ആവശ്യമുണ്ട്. അതേപോലെ ഡാറ്റ സയന്റിസ്റ്റുകളെയും ഡാറ്റ സ്പെഷ്യലിസ്റ്റുകളെയും നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ ടെലി ഹെൽത്ത് കോർഡിനേറ്റേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ മെഡിക്കൽ റോബോട്ടിക്സ് സ്പെഷ്യലിസ്റ്റുകൾ ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെൽനസ് കോച്ചുകൾ, അതായത് മെന്റൽ ഹെൽത്ത് മേഖലയിൽ സോഷ്യൽ വർക്കിലായിക്കോട്ടെ, കൗൺസിലിംഗ് രംഗത്തായിക്കോട്ടെ, അതേപോലെ തന്നെ സൈക്കോളജി രംഗത്ത്, ഈ മേഖലയിൽ നിന്നുള്ള പ്രൊഫഷണൽസിനെ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ നമുക്ക് ഒരുപാട് പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2035 ആകുമ്പോൾ ലോകത്ത് തന്നെ 4.3 മില്യൺ, ഏകദേശം 4.3 ദശലക്ഷം മെഡിക്കൽ പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു വലിയ ഒരു കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ മേഖല തിരഞ്ഞെടുക്കുന്നവർ വളരെ ഊർജത്തോടെ അല്ല ആർജവത്തോടെ വളരെ ഉത്സാഹത്തോടെ തിരഞ്ഞെടുക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.